2015 നവംബർ 26-നാണ് ഭരണഘടനാ ദിനം നമ്മൾ ആഘോഷിച്ചത്. ഭരണഘടനാ ദിനത്തിന് ദേശീയ നിയമ ദിനമെന്നും ആളുകൾ പറയാറുണ്ട്. ഭരണഘടന നിലവിൽ വന്നത് 1949-ലാണ്. ഭരണഘടനയുടെ പിതാവാണ് ഡോക്ടർ ബി.ആർ. അംബേദ്കർ. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ നിർണായകമായ ദിവസങ്ങളിൽ ഒന്നാണ് ഇന്ന്. ലിഖിത രൂപത്തിലുള്ള ഏറ്റവും വലിയ ഭരണഘടനയാണ് നമുക്കുള്ളത്. അതിൽ നമുക്ക് അഭിമാനിക്കാം. ഭാരതത്തിലെ ജനങ്ങളായ നാം ഭാരതത്തെ ഒരു പരമാധികാര മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുവാനും അതിനെ പൗരന്മാർക്കെല്ലാം സാമൂഹ്യവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതിക്കും ചിന്തയ്ക്കും ആശയപ്രകടനത്തിനും വിശ്വാസത്തിനും മതനിഷ്ഠയ്ക്കും ആരാധനയ്ക്കുമുള്ള സ്വാതന്ത്ര്യവും പദവിയിലും അവസരത്തിനും സമത്വവും സംപ്രോക്തമാക്കുവാനും അവർക്കെല്ലാം വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും രാഷ്ട്രത്തിന്റെ സാഹോദര്യം പുലർത്തുവാനും സഗൗരവം തീരുമാനിച്ചിരിക്കയാൽ നമ്മുടെ ഭരണഘടന നിർമ്മാണ സഭയിൽ ഈ 1949 നവംബർ 26-ാം ദിവസം ഇതിനാൽ ഈ ഭരണഘടനയെ സ്വീകരിക്കുകയും നിയമമാക്കുകയും നമുക്ക് തന്നെ പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു. നമസ്കാരം. ലോകത്തിലെ ലിഖിതമായ ഭരണഘടനകളിൽ ഏറ്റവും ദീർഘമായ ഒന്നാണ് ഇന്ത്യൻ ഭരണഘടന. ഇന്ത്യയിലെ പരമോന്നത നിയമമാണ് ഇന്ത്യയുടെ ഭരണഘടന. നവംബർ 26-ന് നാം ഭരണഘടനാ ദിനമായി ആചരിക്കുന്നു. 2 വർഷം 11 മാസം 18 ദിവസം വേണ്ടിവന്നു ഭരണഘടന പൂർത്തിയാക്കാൻ. 165 ദിവസത്തോളം നീണ്ട ചർച്ചകൾ നടന്നു. 25 ഭാഗങ്ങൾ, 452 അനുച്ഛേദങ്ങൾ, 12 പട്ടികകൾ എന്നിവ ഉൾപ്പെട്ടതാണ് ഇന്ത്യൻ ഭരണഘടന. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ഡോക്ടർ ബി.ആർ. അംബേദ്കർ ആണ്. ഇന്ത്യൻ ഭരണഘടനയിലെ അംഗങ്ങൾ ഒപ്പുവെക്കുന്നത് 1950 ജനുവരി 25-നാണ്. ഭരണഘടന പ്രാബല്യത്തിൽ വരുന്നത് 1950 ജനുവരി 26-നാണ്. അതോടെ ഇന്ത്യ സ്വതന്ത്ര പരമാധികാര സോഷ്യലിസ്റ്റ് രാജ്യമായി മാറി. ലോക ജനാധിപത്യ ചരിത്രത്തിൽ തന്നെ നാഴികക്കല്ലായി തീർന്ന ദിവസം. ഇന്ത്യക്കൊപ്പം സ്വാതന്ത്ര്യം നേടിയ പല രാജ്യങ്ങളും ഏകാധിപത്യ വാഴ്ചകളിലേക്കോ പട്ടാള ഭരണത്തിലേക്കോ കൂപ്പുകുത്തിയപ്പോഴും നമ്മുടെ ജനാധിപത്യ സംവിധാനം നിലനിൽക്കുകയും ശക്തിപ്പെടുകയും ചെയ്തു. നമ്മുടെ ഭരണഘടനയെ ബഹുമാനിച്ചുകൊണ്ട് നമുക്ക് മുന്നേറാം. നന്ദി.